10 വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തിയ അജി ബ്രൈറ്റ് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. അജി, നമസ്കാരം അജി, ഗുഡ് മോർണിംഗ്. അജിക്ക് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥരുടെ മുൻപിലേക്ക് പോകുന്ന ദിവസം? ഓർമ്മയുണ്ട് സാർ. എന്തായിരുന്നു അത്? എന്തായിരുന്നു അനുഭവം? ഞാൻ ജൂലൈ 11 തീയതിയാണ് 2015 ജൂലൈ 11 തീയതിയാണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ടി വിയിലൊക്കെ ന്യൂസ് വന്ന സമയത്ത് ഞാൻ എസ് ഐയുടെ മുമ്പിൽ ഹാജരാകുകയായിരുന്നു ഉണ്ടായത്. അവിടെ നിന്ന് ഫോറസ്റ്റ് കേസായതുകൊണ്ട് ഫോറസ്റ്റുകാർ വന്ന് എന്നെ രേഖാമൂലം എഴുതി കൊടുത്ത് കൊണ്ടുപോകാൻ ഉണ്ടായത് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകുന്നു. അവിടെ എത്തിയിട്ട് എന്താ സംഭവിച്ചത്? ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് വളമൊന്നും ഇല്ലാത്തൊരു പോലീസ് സ്റ്റേഷനായിരുന്നു. അവിടെ നിന്ന് പുറത്ത് റോഡിന്റെ സൈഡിൽ നിർത്തുന്ന ജീപ്പിൽ കയറ്റുമ്പോൾ തന്നെ പറഞ്ഞു, അരമണിക്കൂറിനകത്ത് ഞങ്ങൾ പുറകെ എത്തും, ഫസ്റ്റ് റൗണ്ട് അപ്പം കഴിയണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ജീപ്പിൽ കയറ്റുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹെഡ്ക്വാർട്ടേഴ്സിൽ വഴുതേക്കാട് ഹെഡ്ക്വാർട്ടേഴ്സിന് അകത്ത് കയറ്റി ഒരു പഴയ ബിൽഡിംഗ്, ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുൻപിലുള്ള ബിൽഡിങ്ങിന്റെ പുറകിലത്തെ രണ്ടാമത്തെ ബിൽഡിങ്ങിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് അവിടെ ജീപ്പിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ ഒന്നും ചോദിക്കാതെ തന്നെ ചവിട്ടിയാണ് അകത്തോട്ട് എറിയുന്നത്. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? എന്താണ്, എങ്ങനെയാണ് അവർ ആക്രമണം അഴിച്ചുവിടുന്നത്? ആദ്യത്തെ അരമണിക്കൂർ ഒന്നും ചോദിക്കാതെ എന്നെ ജീപ്പിൽ കൊണ്ടുപോയി അടിക്കാതെ. അതിന് തലേ ദിവസം 10-ാം തീയതിയിൽ വന്ന് എന്റെ അമ്മയെ കൊണ്ടുപോയതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവരുമായിട്ട് ഫോണിൽ കൂടെ ഒരു തർക്കം ഉണ്ടായി. ഞാൻ കേസിൽ പ്രതിയാണെങ്കിൽ ഞാൻ വന്ന് ഹാജരായിക്കൊള്ളാമെന്നും അല്ലെങ്കിൽ കോടതിയിൽ സറണ്ടർ ആവാമെന്നും ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു. അതിന് പകരം അവരെന്റെ അമ്മയെ പിടിച്ചിട്ട് അമ്മയ്ക്ക് വഴിയിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഫോൺ വഴി ഉണ്ടായ സംസാരത്തിനെ തുടർന്നുള്ള ആദ്യത്തെ മർദ്ദനം അതിനു വേണ്ടിയായിരുന്നു. രണ്ടാമത് കാട്ടിൽ പോയവരെ എനിക്കറിയാമോ, വാസു എന്നൊക്കെ പറയുന്നവർ, ഞാൻ തിരുവനന്തപുരത്ത് കരകൗശല നിർമ്മാണ തൊഴിലാളിയായിരുന്നു. എനിക്ക് ഇവരുമായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള സാധനങ്ങൾ ഞാൻ പണി ചെയ്തിട്ടുണ്ടായിരിക്കാം സാർ. പക്ഷേ ഞാൻ കാടുമായിട്ട് ബന്ധപ്പെട്ടോ കാട്ടില് വേട്ടയായിട്ട് ബന്ധപ്പെട്ടോ ഞാൻ ഒന്നിനും അവർക്ക് ഇന്നുവരെ അതിനുള്ള തെളിവും ലഭിച്ചിട്ടില്ല. അവർ കുറ്റപത്രത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല സാർ. കുറ്റപത്രത്തിൽ അജിക്കെതിരെ എന്താണ് അവർ എഴുതിയിരുന്നത്? ഞാൻ ഇല്ലീഗൽ ബിസിനസ്, അതാണ് കറക്റ്റായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇല്ലീഗൽ ബിസിനസ്. അജി എവിടെയാ കട നടത്തിയിരുന്നത്, സ്ഥാപനം നടത്തിയിരുന്നത്? പണി ചെയ്തെന്നുള്ളതാണ് എന്റെ പേരിലുള്ളത്. ഞാൻ സ്ഥാപനമായിട്ടും നടത്തില്ല, വീട്ടിൽ കൊണ്ടുവരുന്ന വർക്കുകൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ആര് കൊണ്ടുവന്നാലും ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഈ തടിയിലുള്ള പണികളും ചെയ്യാൻ എനിക്കറിയായിരുന്നു. ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ, ഈ 3 IFS ഉദ്യോഗസ്ഥരും എപ്പോഴാണ് അജിയെ കാണുന്നത്? അവരുടെ ഭാഗത്തുനിന്ന് ഫിസിക്കലായി നേരിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? 3 പേരും എന്നെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ വന്ന് രേഖാമൂലം എഴുതി കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം വിജയാനന്ദ് സാറാണ് എഴുതി കൊടുക്കുന്നത്. അവരെ 2 പേരുടെ കൂടെ കമലഹാറും ഉമയെന്ന് പറയുന്ന ഓഫീസർമാരും ഉണ്ടായിരുന്നു. അപ്പം കസ്റ്റഡിയിൽ എടുക്കുമ്പോഴേ ഇവരുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അവരുണ്ട്. ഇതിന് ഹെഡ്ക്വാർട്ടറിൽ കൊണ്ടുപോയി ആദ്യം മർദ്ദിക്കുന്നത് ആരാണ്? അത് ആദ്യം മർദ്ദിക്കുന്നത് ഞാൻ 5 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുള്ളതിൽ 3 പേര് ആദ്യത്തിലുണ്ടായിരുന്നു. ഞാൻ അന്വേഷണ പരയിൽ 5 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 3 പേര് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഒരു 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവര് ഇതുവരെ പ്രതി പട്ടികയിൽ വന്നിട്ടില്ല. 2ാം റൗണ്ട് തുടങ്ങുമ്പോൾ മുതൽ ഈ 3 IFSകാരും എന്നെ ഉപദ്രവിക്കാനുണ്ടായിരുന്നു. ഉമാ മേഡം കയ്യിൽ ചവിട്ടി പിടിച്ചിട്ടാണ് ബാക്കിയുള്ള ഒരു വാരിയലിന്റെ ഭാഗത്തും നട്ടലിലൊക്കെ. അതായത് ഉമാ എന്ന് പറയുന്ന സ്ത്രീ വനിതാ ഉദ്യോഗസ്ഥ കൈക്ക് ചവിട്ടി പിടിച്ച് നിലത്ത് കിടത്തിയോ? എന്നെ നിലത്ത് കമഴ്ത്തി കിടത്തിയിട്ടാണ് കയ്യിൽ 2 ചവിട്ടി പിടിച്ചത്. അപ്പൊ ഞാൻ അവരെ കാലിൽ പിടിച്ച് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് ഇങ്ങനെ എത്ര മണിക്കൂർ ഉപദ്രവിച്ചിട്ടുണ്ടാവും അജി? എത്ര ദിവസങ്ങൾ? അവര് പിറ്റേ ദിവസം വൈകുന്നേരം ഏകദേശം 3 മണി വരെ ഉപദ്രവിച്ചു. പിറ്റേ ദിവസം ഉപദ്രവിച്ചത് രാവിലെ 11 മണി തൊട്ട് 3 മണി വരെ ഉപദ്രവിച്ചത് ഇവരുടെ ഭർത്താവാണ് എന്ന് പറയുന്ന കമലഹാർ എന്ന് പറയുന്ന ആളുമാണ്. പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരെല്ലാം എന്റെ അവസ്ഥ കണ്ടിട്ട് പിന്മാറിയപ്പം പിന്നെ ഇവർ 2 പേരും മാത്രമാണ് ഉപദ്രവിച്ചത്. ഈ എവിടെയൊക്കെയാ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയത്? നട്ടലിലാണോ?
സാർ ഇവര് ഈ ആദ്യത്തെ ഒരു 3 മണിക്കൂറത്തെ മർദ്ദനം കഴിഞ്ഞിട്ട് ഒരു നല്ല ഫിസിക്കലായിട്ട് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരാളെ ഇടിക്കാൻ വേണ്ടിയിട്ട് മാത്രം വിളിച്ചു വരുത്തി. അയാളുടെ പേരാണ് അരുൺ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഐഡന്റിഫിക്കേഷൻ പരേഡിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാളെ വിളിച്ചു വരുത്തിയിട്ട് 2 കിലോയുടെ പടി വെച്ച് 2 കിലോയുടെ പടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ത്രാസിലൊക്കെ ഉപയോഗിക്കുന്ന കട്ട വെച്ചിട്ട് അത് തുണി ചുറ്റിയിട്ട് വാരിയലുകൾ 3 വാരിയൽ ഇടിച്ച് പൊട്ടിച്ചു. ഈ കമലഹാറാണ് ഒരു ജനലിന്റെ കമ്പിയിലെ പോലെ ഇരുമ്പ് കമ്പിയില് തുണി ചുറ്റിയിട്ട് ഈ ഷോൾഡറിൽ അടിച്ച് പൊട്ടിക്കുന്നത്. കൈ പൊക്കാനോ അജി പറയുന്നില്ല ആ സമയത്ത് എനിക്ക് അങ്ങനെ കാട്ടിൽ പോയിട്ട് ഈ ഇതൊന്നും എടുത്ത തീരുമാനങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമേ ആയിരുന്നില്ല എന്ന് അജി അപ്പോൾ പറയുന്നുണ്ട്. അപ്പോഴെന്താണ് ഇവർ പറയുന്നത്? ഓരോ തവണ ക്രൂരമായി മർദ്ദിക്കുമ്പോഴും ഞാൻ ഓരോ തവണ മർദ്ദിക്കുമ്പോഴും എനിക്ക് ഇന്ന ആൾക്കാരെ അറിഞ്ഞുകൂടാ. ഞാനിവിടെ തിരുവനന്തപുരം വിട്ട് പോയിട്ടില്ല. അവർക്ക് തന്നെ അത് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും അജി അവർ ഇത്ര ക്രൂരമായി മർദ്ദിച്ചത്? ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും രക്ഷിക്കാനോ അതല്ല ഈ കേസ് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയോ? തലേ ദിവസം എന്റെ അമ്മയെ കൊണ്ടുപോയപ്പോഴത്തെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു. ആ സമയത്ത് ഞാൻ അവരുമായിട്ട് ഫോൺ വഴി ഈ ദമ്പതിമാരുമായിട്ടൊരു സംസാരം ഉണ്ടായിരുന്നു. അവർ പക്ഷെ എനിക്ക് വിളിക്കുന്ന IFS-കാരാണെന്നോ ലേഡിയാണെന്നോ അറിഞ്ഞൂടെ, ഫോൺ വഴിയുള്ള സംസാരമായിരുന്നു. അപ്പോഴേ എനിക്ക് കുറച്ച് റഫായിട്ട് സംസാരിക്കേണ്ടി വന്നു. ഓക്കെ, അപ്പൊ അതിലെ വൈരാഗ്യം വൈരാഗ്യവും ഇതിനകത്ത് വന്നിട്ടുണ്ട്. വ്യക്തി വൈരാഗ്യമായിരുന്നു അവർ തീർത്തത് അല്ലേ? അത് ഭൂരിഭാഗം അതിന് 10-ാം തീയതി സംഭവത്തിന് തുടർന്നുള്ള വ്യക്തി വൈരാഗ്യമാണ് ഇതിൽ 75% എന്നെ ഉപദ്രവിക്കാനുള്ള കാരണം. 25% കേസുമായിട്ട് സംബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്കായിരുന്നു. തുടർന്ന് എപ്പോഴാണ് ഈ നിങ്ങളെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുന്നത്? ജനറൽ ഹോസ്പിറ്റൽ ഈ കമലഹാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ ഫോറസ്റ്റ് സർവീസിൽ നിന്ന് തന്നെ ഹെൽത്ത് സർവീസിൽ കുറച്ചു കാലം സർവീസിലുണ്ടായിരുന്ന ആളാണ്. അയാളെ ജനറൽ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് എന്റെ മെഡിക്കൽ പരിശോധനയ്ക്ക് ആദ്യമായിട്ട് അവിടെ കൊണ്ടുപോയത്. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നതിന് പോലും അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു എന്റെ അവസ്ഥ. എന്നിട്ട് പോലും എന്നെ അഡ്മിറ്റ് ചെയ്യിക്കാതെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകാൻ രേഖ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി പേരിന് വേണ്ടി കൊണ്ടുപോയിട്ട് എന്റെ ഒരു കൂട്ടുകാരനെയും കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടാണ് വിലപേശം പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും മജിസ്ട്രേറ്റിനോടോ ഡോക്ടറോടോ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൂട്ടുകാരനെയും കേസിൽ കൊടുക്കുമെന്നുള്ള രീതിക്കാണ് ഇവര് വിലപേശിയാണ് എന്നെ മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, പിന്നീട് എപ്പോഴെങ്കിലും മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ അജി? പിന്നീട് ഞാന് കേസിനൊന്നും പോയില്ല സാറേ. കസ്റ്റഡി കൊണ്ടുപോയ സമയത്ത് ഈ കേസിന്റെ പേരിൽ പോയതിന്റെ പുറത്ത് 1-2 ഓഫീസർമാർ എന്ന് പറഞ്ഞാൽ ഇതില് എന്നെ മർദ്ദിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന 1-2 ഓഫീസർ, ഇവർക്ക് വേണ്ടിയിട്ട് മർദ്ദിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മുഹമ്മദ് റാഫി, പിന്നെ CBI കൊണ്ടുപോയപ്പോഴത്തേക്ക് ഒരു CBI ഒരു ഉദ്യോഗസ്ഥ, അത് അയാള് ഞാൻ എന്തിന് ഹൈക്കോടതിയിൽ കേസിന് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അയാള് മർദ്ദിച്ചത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്ന സമയത്ത് എന്താ അജിക്ക് തോന്നുന്നത്? 10 വർഷം നീണ്ട നിയമ പോരാട്ടം ഫലം കാണുന്നു. കേസിന്റെ ഓർഡർ ആയെന്ന് മാത്രമേ അഡ്വക്കേറ്റ് പറഞ്ഞുള്ളൂ. ഓർഡറിന്റെ കോപ്പി കിട്ടാൻ 2 ദിവസം താമസമുണ്ട്. അതറിഞ്ഞാൽ മാത്രമേ എന്താണ് നിലവിലുള്ള പൊസിഷൻ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അജിക്ക് എത്ര വയസ്സായി? 45 വയസ്സായി. 45 വയസ്സായുള്ളൂ. ജീവിതത്തിന് ഒരു നല്ല കാലം ഇങ്ങനെ മർദ്ദനമേറ്റും ആ മർദ്ദനമേൽക്കുന്ന സമയം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വലിയ ആഘാതമായിരുന്നു അല്ലേ അജി? 35 വയസ്സിന് ശേഷം ആരോഗ്യപരമായിട്ട് ഒരു കാര്യവും മുമ്പോട്ട് പോകുന്നില്ല സാർ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും പ്രോസിക്യൂഷൻ അനുമതി മാനസികമായിട്ടും കൂടെ തളർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ പുതിയ കേസ് ചെയ്തത്. അപ്പോൾ എന്തായാലും അജി കരുത്തനായിട്ടിരിക്കുക. താങ്കളുടെ നിയമ പോരാട്ടം ഫലം കാണുന്നു. ആ 3 പേരും വീടിൽ നിന്ന് കരുതിയ 3 ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോൾ പ്രോസിക്യൂഷന് അനുമതി നൽകുന്നു കോടതി എന്നുള്ളതാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. റിപ്പോർട്ടർ താങ്കൾക്ക് പിന്നാലെയുണ്ട്. താങ്ക് യു.